നമസ്കാരം. കൊമേഴ്സ്യൽ ബിൽഡിംഗ് ലെയർ മാട്രിക്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് ചെയ്യാനുള്ള ഫ്ലോർ പ്ലാനാണ്. ഫ്ലോർ പ്ലാനിലാണ് നമ്മൾ അടുത്ത് ആഡ് ചെയ്യാനുള്ളത്. ബിൽറ്റപ്പ് ഏരിയ ചോദിക്കുന്നുണ്ട്. പ്രപ്പോസ്ഡ് ഏരിയയുടെ ബിൽറ്റപ്പ് ഏരിയ. അപ്പോൾ ഫ്ലോർ പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോറാണ് നമ്മളിപ്പോൾ കൊടുക്കാനുള്ളത്. നേരത്തെ വരച്ച് വെച്ചേക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ, ബിൽറ്റപ്പ് ഏരിയ അറിയാൻ വേണ്ടി നമ്മളത് പിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. ഫ്ലോർ 0 ആണ്, ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ബ്ലോക്ക് 1 സെലക്ട് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഫ്ലോർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഫ്ലോർ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോർ ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കട്ടൗട്ട് ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കട്ടൗട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടേ. ഡിഡക്ഷൻ. പ്രൊപ്പോസ് ബിൽഡിങ്ങിൽ പാർക്കിംഗ് ഇൻസൈഡിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. ഹാഫ് ഡിഡക്ഷൻ വരാന്താസ് അല്ലെങ്കിൽ ഓൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഹാഫ് ഡിഡക്ഷൻ ഏരിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഹാഫ് ഡിഡക്ഷൻ ഏരിയ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് 2 പാസേജ് കിടപ്പുണ്ട്. അത് ഞാനത് ഡിഡക്റ്റ് ചെയ്യുന്നു. അതിന് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇത് രണ്ടും ഞാൻ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ബ്ലോക്ക് 1. മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി എക്സിസ്റ്റിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഏരിയയുടെ ഡിഡക്ഷൻ ആണെങ്കിൽ ഇത് കൊടുക്കുക. റെഗുലറൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ലെയർ കൊടുക്കുക. നമുക്കിത് പ്രൊപ്പോസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ലെയറിൽ നിന്ന് കൊടുത്തേക്കുന്നത്. നമുക്ക് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ മാർക്ക് ചെയ്യാനാണെങ്കിൽ ഇത് കൊടുക്കുക. റെഗുലറൈസേഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് കളർ കോഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സെൽഫിലാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ലെയറിൽ തന്നെ ആയിരിക്കും വരുന്നത്. മൾട്ടിപ്പിൾ ഒക്കുപ്പൻസി വരുന്നുണ്ട്, ജനറൽ മാട്രിക്സിൽ വരുന്നുണ്ട്. നമ്മുടെ ഒക്കുപ്പൻസി എന്താണോ അതിന് മാച്ച് ചെയ്യുന്ന കളറിലോട്ട് നമ്മൾ ഡ്രോയിങ്ങിനെ മാറ്റണം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കളർ കോഡ് ഇതിനകത്ത് ഇൻഡെക്സ് കളർ പറഞ്ഞിട്ടുണ്ട്. റെസിഡൻഷ്യൽ ആണെങ്കിൽ 2 കളർ ഉപയോഗിക്കാനുള്ളത്. സിംഗിൾ ഫാമിലി ഡെല്ലിങ് ആണെങ്കിൽ അത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റിനാണ് 2 ചോദിക്കുന്നത്. സിംഗിൾ ഫാമിലിക്കാണെങ്കിൽ 25 ആണ്. ചെറിയ ഓഫീസുകൾക്കാണെങ്കിൽ 24 ആണ്. സ്പെഷ്യൽ റെസിഡൻഷ്യൽ ആണെങ്കിൽ 3 ആണ്. അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് കൊമേഴ്സ്യലാണ് നമ്മുടെ ബിൽഡിങ്. കൊമേഴ്സ്യലിൽ തന്നെ ഏതാണെന്ന് ചോദിക്കുന്ന 4 ഐറ്റംസ് പറയുന്നുണ്ട്. എൻ്റെ കൊമേഴ്സ്യലിലാണ് 8ാമത്തെ ഇൻഡെക്സ് കളറാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 8ലോട്ട് ഇതെല്ലാം മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ബിൽറ്റപ്പ് ഏരിയ മാർക്ക് ചെയ്തേക്കുന്നത് റെഡ് എന്നുള്ള ലെയറിലാണ്. അത് മാറ്റി നമ്മൾ ലെയർ മാട്രിക്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് റെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മോർ കളർ പറയുക. ഇപ്പോൾ ഇവിടെ റെഡാണ് കിടക്കുന്നത്. അത് 8ലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ പിക്ക് ചെയ്തത് 8ലോട്ട് മാറി. ഇനി ഫസ്റ്റ് ഫ്ലോറിലും എനിക്കിത് റെഡ് അല്ല, നമ്മുടെ ഏത് ഒക്കുപ്പൻസിയാണെന്ന് മാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാനത് സെലക്ട് ചെയ്ത് 8ലോട്ട് മാറി. ഡിഡക്ഷനും നമ്മുടെ ഈ ഒക്കുപ്പൻസിയിലാണ് മാറാനുള്ളത്. അത്
കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഒക്കുപ്പൻസി ഏതാണെന്ന് റീഡ് ചെയ്യാൻ വേണ്ടി മാറ്റി കൊടുക്കുന്നു. ഒക്കുപ്പൻസി ഏതാണെന്ന് അറിയാൻ വേണ്ടി മാറ്റി കൊടുത്തു. കളർ 8 ആക്കി. അപ്പോൾ എല്ലാം 8 മാറി. ഇനി ഫസ്റ്റ് ഫ്ലോർ മോർ കളർ പറയുന്നു, 8 പറയുന്നു. ഒക്കുപ്പൻസി ഏതാണെന്ന് നമ്മൾ റീഡ് ചെയ്യിപ്പിച്ചു. കിച്ചൺ സിംഗിൾ ഫാമിലി ആണെങ്കിൽ മാത്രം കിച്ചൺ കാണിച്ചാൽ മതി. നമുക്കിവിടെ കിച്ചൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് യൂണിറ്റിഫൈ നമ്മളത് കാണിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഇത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് അത് കാണിക്കേണ്ട. ടിപ്പിക്കൽ ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലെയർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ടിപ്പിക്കൽ ഫ്ലോർ ഇല്ല, ഗ്രൗണ്ട് ഫസ്റ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സെപ്പറേറ്റ് കാണിക്കുന്നു. ബിൽഡിങ്ങിൽ അകത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിന് ഈ ലെയർ യൂസ് ചെയ്യാം. നമുക്കവിടെ ബിൽഡിങ്ങിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിലുള്ള ലെയറുകൾ ലിഫ്റ്റിൻ്റെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് കാണിക്കാം. മെസനൈൻ ഫ്ലോർ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മെസനൈൻ ഫ്ലോർ ഇല്ല. ഫയർ എസ്കേപ്പ് സ്റ്റെയർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലെയറാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫയറിൻ്റെ സ്റ്റെയറിൻ്റെ ആവശ്യമില്ല, ഹൈറ്റ് കുറവാണ്, ഫയറിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളത് കാണിക്കേണ്ട. ഇനി ജനറൽ സ്റ്റെയർ ആണ്. സ്റ്റെയർ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെ ലെയർ ഉണ്ടെന്ന് നോക്കാം. ജനറൽ സ്റ്റെയർ ഉണ്ട്, ജനറൽ സ്റ്റെയർ 1 ക്യാബിൻ ഉണ്ട്, ജനറൽ സ്റ്റെയർ 2 ക്യാബിൻ ഉണ്ട്. അതിൻ്റെ ലാൻഡിങ് കാണിച്ചു കൊടുക്കണം. 2ൻ്റെ ആണെങ്കിൽ ലാൻഡിങ് കാണിക്കണം. സ്റ്റെപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയുന്നുള്ളത്. നമുക്ക് ഒരു സ്റ്റെയറേ ഉള്ളൂ. അപ്പോൾ ജനറൽ സ്റ്റെയർ 1ൻ്റെ ക്യാബിൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് തന്നെ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്യാബിൻ വരച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ ഔട്ടർ വരച്ചു കൊടുക്കുക. ലാൻഡിങ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജനറൽ സ്റ്റെയർ ഗ്രൗണ്ട് ഫ്ലോറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനാദ്യം ഒരു പോളിലൈൻ വരയ്ക്കണം. ഗ്രൗണ്ട് ഫ്ലോറിൽ എവിടെയാണ് ഇതെന്നുള്ളത് മാർക്ക് ചെയ്തു, ഒരു പോളിലൈൻ വരച്ചു. ഗ്രൗണ്ട് ഫ്ലോർ 0 ബ്ലോക്ക് 1, ബ്ലോക്ക് 1ലുള്ള ഗ്രൗണ്ട് ഫ്ലോർ മാർക്ക് ചെയ്ത് കൊടുത്തു. സെയിം ഫസ്റ്റ് ഫ്ലോറിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. സ്റ്റെയർ റൂമിൽ നമുക്ക് അകത്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഞാനത് സ്റ്റെയർ റൂം ടവർ റൂമായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പുറത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. നേരത്തെ വെച്ചിട്ടുള്ള പോളിലൈൻ ഉള്ളതുകൊണ്ട് അത് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറ് ഔട്ടർ മാർക്ക് ചെയ്ത് കൊടുത്തു. ടവർ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് ആ ടവർ റൂം മൊത്തത്തിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ചോദിക്കുന്നത് സ്റ്റെയർ കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് രണ്ട് സ്റ്റെയർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ക്യാബിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവർ തന്നേക്കുന്നത്. 3 ഉണ്ടെങ്കിൽ നമുക്ക് ലെയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ലാൻഡിങ് എവിടെയാണെന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ലാൻഡിങ് കാണിക്കേണ്ടത് അവർ പറയുന്നുണ്ട്. എൻ്റെ സാമ്പിൾ ഡ്രോയിങ്ങിൽ ഒരു വരച്ചിട്ടുണ്ട്. നമ്മൾ ലാൻഡിങ് എവിടെയാണെന്നൊരു റെക്റ്റാങ്കിൾ വരച്ച് കാണിക്കണം. അപ്പം ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ പോവുകയാണ്. ആദ്യം എൻ്റെ ലാൻഡിങ് എത്രയാണ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ചെയ്യുന്നു. അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലും ഒരു ലാൻഡിങ് ഉണ്ട്, അത് കാണിച്ചു. ജനറൽ സ്റ്റെയർ 1 ലാൻഡിങ് മാർക്ക് ചെയ്തു. മാറിപ്പോരുത്, നമ്മൾ ലെയർ പിക്ക് ചെയ്യുന്നത് എത്രയും സാധനങ്ങൾ കിടക്കുമ്പോൾ മാറിപ്പോരുത്. ഫ്ലോർ 1 ബ്ലോക്ക് 1 പിക്ക് ചെയ്തു. ബ്ലോക്ക് 1 ആണ് പിക്ക് ചെയ്തേക്കുന്നത്, തെറ്റിയിട്ടില്ല. ബ്ലോക്ക് 1 ഫ്ലോർ 0.
ലാൻഡിങ് നമ്മൾ കാണിച്ചു. ലാൻഡിങ് കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കുന്നത് ജനറൽ സ്റ്റെയർ കഴിഞ്ഞു, സ്റ്റെപ്പുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് സ്റ്റെപ്പുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എടുത്തിട്ട് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അതുപോലെ അവിടെ ഡ്രോയിങ്ങിൽ സ്റ്റെപ്പുകൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ സ്റ്റെപ്പ് വരച്ചെടുക്കുക. എല്ലാ സ്റ്റെപ്പും നമ്മൾ വരച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ടോ അത്രയും സ്റ്റെപ്പ് നമ്മളിവിടെ വരച്ച് കാണിക്കണം. എല്ലാ സ്റ്റെപ്പും നമ്മളിവിടെ വരച്ച് കാണിക്കേണ്ടതുണ്ട്. ക്ലോസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റെയറിൻ്റെ വാളിന് ചെറിയൊരു ചരിവുള്ളതുകൊണ്ട് അത് മൊത്തം ഇരുന്ന് വരച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വയ്ക്കായിരുന്നു. ഇതിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊമേഴ്സ്യൽ ബിൽഡിങ്ങൊക്കെ ആയതുകൊണ്ട് കറക്റ്റാ സ്റ്റെപ്പിൻ്റെ മിനിമം വിഡ്ത്ത് പറഞ്ഞേക്കുന്ന മിനിമം വിഡ്ത്തൊക്കെ എടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാ സ്റ്റെപ്പും വരച്ചു. ഞാനിത് കോപ്പി ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലും കൂടെ വെക്കുകയാണ്. ഇത് കോപ്പി ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിലും കൂടെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലെയർ മാർക്ക് ചെയ്യുന്നു. സ്റ്റെയർ ലാൻഡിംഗ് അല്ല, സ്റ്റെയർ സ്റ്റെപ്പ്, ജനറൽ 1 സ്റ്റെയർ സ്റ്റെപ്പ്, ഫ്ലോർ 0. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് സ്റ്റെപ്പുകൾ നമ്മൾ ഈ ലെയറിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെപ്പാണ് മാർക്ക് ചെയ്യാനുള്ളത്. ജനറൽ 1 സ്റ്റെയറിലെ ഫസ്റ്റ് ഫ്ലോർ ബ്ലോക്ക് 1. സ്റ്റെപ്പ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നത് സ്റ്റെയർ ക്യാബിൻ്റെ ഹൈറ്റാണ്. ഫ്ലോർ ഹൈറ്റ് അറ്റ് റെസ്പെക്റ്റീവ് സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഈ ടെക്സ്റ്റായിട്ട് അവിടെ കൊണ്ടുവയ്ക്കണം. ഇത് കോപ്പി ചെയ്യുന്നു, Ctrl+C. അത് കൊണ്ടുവരുന്നു. ഞാൻ ടെക്സ്റ്റ് ഹൈറ്റ് ഒന്ന് മാറ്റുകയാണ്. ഫ്ലോർ ഹൈറ്റ് 3
3.45 ആണ്. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ ഫ്ലോറിലും അത് വെക്കണം. റെസ്പെക്റ്റീവ് ലേയേഴ്സ് ഫോർ സ്റ്റേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ഫ്ലോർ ബോക്സ് ഷാൾ ബി യൂസ്ഡ്. നമ്മൾ അടുത്ത ഫ്ലോറിലും കൂടെ ഞാനത് വയ്ക്കുന്നു. ഇത് പിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് ലെയറിലല്ല, അതുകൊണ്ട് ഞാനിതിനെ ബ്ലോക്ക് ഓൺ സ്റ്റെയർ എന്നുള്ള ലെയറിലോട്ട് മാറ്റാണ്. സ്റ്റെയറിൻ്റെ ലെയറിലോട്ട് മാറ്റി. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ്, അതിൻ്റെ ലെയറിലോട്ടും അതിനെ മാറ്റി. ഇപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ചോദിക്കുന്ന റാമ്പ് ഇൻ പ്ലേസ് ഓഫ് ലിഫ്റ്റ്. ലിഫ്റ്റിന് പകരം റാമ്പ് യൂസ് ചെയ്യുന്നിടത്താണ് അത് വേണ്ടത്. എസ്കലേറ്റർ ഉണ്ടെങ്കിൽ എസ്കലേറ്റർ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നത് സാനിറ്റേഷനാണ്. അത് നമ്മുടെ ഡ്രോയിങ്ങിൽ ഇത് എത്ര എണ്ണം വേണമെന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നമ്മൾ കാണിച്ചിരിക്കണം. സർവീസ് പ്ലാനിലൂടെ കാണിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് എത്ര ടോയ്ലറ്റ് വേണം എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾ എടുക്കുക. അതിനനുസരിച്ചുള്ള ഡ്രോയിങ്ങിൽ അതിനനുസരിച്ചിട്ടുള്ളത് കാണിച്ചിരിക്കണം. ആദ്യം വാട്ടർ ക്ലോസറ്റ് എന്നുള്ള ലെയറാണ് ചോദിച്ചേക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിക്കണം. ഈ ലെയറിൽ ഫുള്ളായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. കാണിച്ചു കൊടുത്തു. സാനിറ്റേഷനിൽ അവർ വാട്ടർ ക്ലോസറ്റ്, യൂറിനൽ, വാഷ് ബേസിൻ, ബാത്ത് ഷവർ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇനി പറയുന്നുണ്ട് ഇൻഡെക്സ് കളർ 1 മെയിലിനാണ്, ഇൻഡെക്സ് കളർ 2 ഫീമെയിലിനാണ്. ഇൻഡെക്സ് കളർ 034 കോമൺലി രണ്ടുപേർക്ക്, മെയിലിനും ഫീമെയിലിനും വേണ്ടി ഉള്ളതാണ്. നമ്മൾ ചെറുതിന് ഒരു ടോയ്ലറ്റ് മാത്രം കാണിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അതിൽ 03 കളർ കാണിക്കുക, അല്ലെങ്കിൽ 06 നമുക്ക് മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നുണ്ട്. വിസിറ്റേഴ്സിനുള്ളത് കാണിക്കുന്നുണ്ട്. മെയിൽ വിസിറ്റേഴ്സിനുള്ള കളറ്, ഇൻഡെക്സ് കളറ് കാണിക്കുന്നുണ്ട്. ഇപ്പം 01 ആണ് ഫോർ മെയിൽ. ഇത് വെച്ച് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വാട്ടർ ക്ലോസറ്റ് മാർക്ക് ചെയ്യാണ്. കളറ് ഇതെൻ്റെ ഡിസേബിൾഡ് ടോയ്ലറ്റാണ്. ഞാനിത് ഡിസേബിൾഡ് ടോയ്ലറ്റായിട്ട് മാർക്ക് ചെയ്യണം. ഡിസേബിൾഡിൻ്റെ ക്ലോസറ്റാണ് കാണിക്കേണ്ടത്. സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് ഡിഫറെൻ്റ് ഏബിൾഡ് എന്നും പണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിസേബിൾഡിൻ്റെ ആണ് ഇത് കാണിക്കാനുള്ളത്. 40 കാണിച്ചു. ഇത് എൻ്റെ ലേഡീസിൻ്റെതായിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് സാനിറ്റേഷൻ 02 ആണ് കളർ കാണിക്കാനുള്ളത്. റെഡ് എന്നുള്ളത് മാറ്റിയിട്ട് മോർ കളർ പറയുന്നു, 02 ആക്കുന്നു. ഇനി ഒരു ടോയ്ലറ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ സ്റ്റേറിന് അടിയിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനെ പ്ലാനിൽ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചിരുന്നത്. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് മടങ്ങി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യില്ല, മിനിമം ഡിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എറർ കാണിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനൊരു സ്ക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ടുള്ളൊരു ബോക്സ് ടൈപ്പിൽ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുന്നു. ഇത്രയും പോർഷൻ ടോയ്ലറ്റായിട്ട് നമ്മൾ കാണിക്കുന്നു. സ്റ്റെയറിനടിയിലുള്ളൊരു ടോയ്ലറ്റായിട്ട് ഞാൻ കാണിക്കുന്നു.
ഇതാണ് മെയിലിനുള്ള ക്ലോസറ്റ്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി യൂറിനൽസ് ആണ് കാണിച്ചു കൊടുക്കാനുള്ളത്. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കാണിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ യൂറിനലുണ്ട്. സോറി, മാച്ച് പറയുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് യൂറിനൽ കാണിച്ചു. ഡിസേബിളിലും ഞാനൊരു യൂറിനൽ കാണിക്കുന്നുണ്ട്. ഇതിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൈസ് പറയുന്നുണ്ട്. ഞാനത് ഇങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാർക്ക് ചെയ്ത് പോവുകയാണ്. ഡിസേബിളിൽ കാണിച്ചിട്ട് ഞാൻ യൂറിനൽ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഇൻഡെക്സ് കളർ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. പറയുന്നുണ്ട് 06 ആണ് നമ്മൾ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതായിട്ട് മാറ്റി കൊടുക്കുന്നു. പിന്നെ വാഷ് ബേസിൻ എല്ലായിടത്തും എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ലേഡീസിൻ്റെ വാഷ് ബേസിനാണ് ഇപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വാഷ് ബേസിൻ മാർക്ക് ചെയ്തു. അതിനെ ലേഡീസിൻ്റെ ആണെന്ന് അറിയിക്കാൻ വേണ്ടി കളർ ചേഞ്ച് ചെയ്ത് 2 മാറ്റി. ഞാൻ ഡിസേബിളിൽ ഒരു വാഷ് ബേസിൻ വയ്ക്കുന്നുണ്ട്. വാഷ് ബേസിൻ്റെ ലെയറിൽ തന്നെ കൊണ്ടുവരുന്നു. പക്ഷേ ഇൻഡെക്സ് കളർ മാറ്റി 6 മാറുന്നു. ഇതേ പ്രോസസ്സ് തന്നെ അല്ല, ഞാൻ ജെൻസിനിൽ വാഷ് ബേസിൻ കാണിക്കുന്നില്ല. ബാക്കി ഇത്രയും ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിച്ചു. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വീണ്ടും റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ലേഡീസിൻ്റെ ടോയ്ലറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഡിസേബിൾഡ് അല്ല, ഇത് ജെൻസിൻ്റേതായിട്ട് എടുക്കുകയാണ്. വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നു, സാനിറ്റേഷൻ ഫെസിലിറ്റിയിൽ കൊണ്ടുവരുന്നു. വാട്ടർ ക്ലോസറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോറിൽ ആ റെക്റ്റാങ്കിളെല്ലാം വാട്ടർ ക്ലോസറ്റായിട്ട് മാർക്ക് ചെയ്തു. ഇത് ഞാൻ ഇൻഡെക്സ് കളർ 2 മാർക്ക് ചെയ്തു. ഇത് ജെൻസ് തന്നെയാണ്, അതുകൊണ്ട് റെഡ് തന്നെയാണ്. ഇനി നമ്മൾ വാഷ് ബേസിൻ മാർക്ക് ചെയ്യണം, യൂറിനൽ മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വാഷ് ബേസിൻ മാർക്ക് ചെയ്തു. ഇതിൽ വാഷ് ബേസിൻ മാർക്ക് ചെയ്തു. ഇതിലിവിടെ ഒരു യൂറിനലും കൂടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആദ്യം നമ്മുടെ യൂറിനലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള യൂറിനൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. യൂറിനൽ ജെൻസിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൽ വാഷ് ബേസിനാണ് ചോദിക്കുന്നത്. വാഷ് ബേസിൻ ഫസ്റ്റ് ഫ്ലോറിലുള്ള വാഷ് ബേസിൻ 2 പിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മാത്രം, ലേഡീസിൻ്റെ മാത്രം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇൻഡെക്സ് കളർ 2 മാറ്റി കൊടുക്കുന്നു. ഇനി ചോദിച്ചേക്കുന്നത് ബാത്ത് ഷവർ, ബാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ഇത്രയും സംഭവം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്, ഈ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് വേണ്ട. മറ്റ് ഒക്കുപ്പൻസികളിൽ ആവശ്യം വരുന്നതിൽ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ഷീറ്റ് റൂഫിംഗ് ഫോർ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കാണിക്കാനുള്ളതാണ്.
അത് നമുക്ക് ആവശ്യമില്ല. എക്സിറ്റ് വിഡ്ത്ത് നമ്മൾ കാണിക്കണം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള എക്സിറ്റ് വിഡ്ത്ത് ഡോറാണ്. ലെയറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, എവരി എക്സിറ്റ് ഡോർവേ ഫംഗ്ഷനിങ് എക്സിറ്റ് വേ ഡിഫൈൻഡ് ആസ് ക്യാമ്പിയർ ഷാൽ ബി മാർക്ക്ഡ് ആസ് ഡയമെൻഷൻ ഇൻ ലെയർ. അപ്പോൾ നമ്മളത് എക്സിറ്റ് വിഡ്ത്ത്, ആ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കാണിക്കണം. ഞാൻ ഈ സ്റ്റെയറിൻ്റെ വിഡ്ത്ത് എടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഷട്ടറിൻ്റെ ഓപ്പണിങ് കൂടെ മാർക്ക് ചെയ്യാണ്. ഡയമെൻഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഏത് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത് അത് മാർക്ക് ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കാണിച്ചു. സോറി, ഇത് ഫസ്റ്റ് ഫ്ലോറിലായി പോയി. ഞാനിതിൽ നിന്ന് മാച്ച് ചെയ്തുകൊണ്ട് വരികയാണ്. ഫസ്റ്റ് ഫ്ലോറിലായി പോയി മാർക്ക് ചെയ്തത്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആണ്, ഗ്രൗണ്ട് ഫ്ലോർ 0-യിലാണ് കിടക്കുന്നത്. ഇത് സെയിം സംഭവം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും കാണിക്കാനുള്ളതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ പിക്ക് ചെയ്തു. ഇത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് മാറ്റി. അറിയാൻ പറ്റും ഫ്ലോർ 1 മാറിയിട്ടുണ്ട്. എക്സിറ്റ് വിഡ്ത്ത് കാണിച്ചിട്ടുണ്ട്. അടുത്ത് ചോദിക്കുന്നത് എക്സിറ്റ് വിഡ്ത്ത് സ്റ്റെയർ ആണ് ചോദിക്കുന്നത്. എവരി എക്സിറ്റ് സ്റ്റെയർ വേ ഫംഗ്ഷനിങ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മളത് സ്റ്റെയറിൻ്റെ എക്സിറ്റ് വിഡ്ത്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ കാണിക്കണം. സ്റ്റെയറിൻ്റെ വിഡ്ത്ത് മാത്രമായിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു പോർഷൻ എടുക്കാം, 1.2. ഇവിടെ കൂടുതലാണ്, അതുകൊണ്ട് 1.22. ഇത് ഞാൻ എക്സിറ്റ് വിഡ്ത്തിൽ സ്റ്റെയറിൻ്റെ വിഡ്ത്ത് എക്സിറ്റ് വിഡ്ത്ത് സ്റ്റെയർ ആയിട്ട് കാണിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിച്ചിട്ടുണ്ട്. വീണ്ടും തെറ്റിയല്ലോ. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിച്ചു. ഫസ്റ്റ് ഫ്ലോറിൽ കാണിച്ചു. എക്സിറ്റ് വിഡ്ത്ത് സ്റ്റെയറും കാണിച്ചിട്ടുണ്ട്. പാസേജ് ഇൻസൈഡിലുള്ള പാസേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പാസേജ് കാണിക്കാം. നമ്മുടെ ഫ്ലാറ്റ് അങ്ങനെയുള്ളതിലൊക്കെ മാത്രമേ അത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ആ പാസേജിൻ്റെ ഡയമെൻഷൻ എത്രയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കാനാണ്. അതിപ്പോൾ എൻ്റെ ആവശ്യമില്ല. പിന്നെ റാംസ് ഉണ്ട്, റാമ്പ് കാണിക്കണം. ഡിസേബിളിൻ്റെ റാമ്പ്, അപ്പോൾ ഞാനത് പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. അതിനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അത് ബ്ലോക്ക് 1-ലാണ്. എത്ര റാമ്പ് ഉണ്ടെങ്കിലും നമുക്ക് കാണിക്കാം. ഞാൻ എൻ്റെ ഒരു റാമ്പേ ഉള്ളൂ, ആ റാമ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി വേണ്ടത് അതിൻ്റെ സ്ലോപ്പ് മാർക്ക് കൊടുക്കാനാണ്. ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് വയ്ക്കുക. ടെക്സ്റ്റ് ഹൈറ്റ് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ വൃത്തിയായിട്ട് വരുന്ന രീതിയിൽ ചെറുതായിട്ട് മാറ്റി വയ്ക്കാം. ഇത് എത്രയാണ് സ്ലോപ്പ്, ഞാൻ 1:12 എന്നുള്ള ഇതിൽ വെച്ചു. ഇത് പിക്ക് ചെയ്താകുമ്പോൾ അറിയാൻ പറ്റും ഇത് കേസ് മാർട്ട് എന്നുള്ള ലെയറിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ലെയറിലോട്ട് മാറ്റണം. ഈ റാമ്പ് എന്നുള്ള ലെയറിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റാമ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് കാണിക്കുന്ന പോലെ ബിൽഡിംഗ് സൊല്യൂഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ടോയ്ലറ്റിനകത്തൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. മാച്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് നമ്മൾ കാണിക്കണം.
maximum travel distance, each blocks under different floor shall be marked polyline and block floor on maximum travel distance എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കണം. ഞാനിപ്പം മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ 30 മീറ്ററിൽ കൂടുതലായി കഴിഞ്ഞാൽ, ട്രാവൽ ഡിസ്റ്റൻസ് 30 മീറ്റർ കൂടുതലായി കഴിഞ്ഞാൽ ഒരു അഡീഷണൽ സ്റ്റെയർ വേണമെന്നുള്ള റൂളൊക്കെ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പോളി ലൈനിലാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ ആ ഡിസ്റ്റൻസ് ഇപ്പം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഡോറിലോട്ട് ഒരു പോളി ലൈൻ വരയ്ക്കുന്നു. അത് ഞാൻ ബ്ലോക്ക് 1 ഗ്രൗണ്ട് ഫ്ലോറിൽ അത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് മാക്സിമം ഫ്ലോറിൽ ഇത് നിങ്ങളൊക്കെ രീതിയിൽ കാണിക്കും. ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാം. ഫസ്റ്റ് ഫ്ലോറിലും നമ്മൾ മാക്സിമം ഫ്ലോർ ഡിസ്റ്റൻസ് കാണിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ഫുട് പ്രിൻ്റാണ്. നേരത്തെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് ഫ്ലോർ ഫുട് പ്രിൻ്റ്. സെയിം സാധനം തന്നെ എല്ലാ ഫ്ലോറിലും അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതായിരുന്നു ഫുട് പ്രിൻറ്റിന് വേണ്ടി നേരത്തെ വരച്ച് വെച്ചിരുന്നത്. ഇതിൻ്റെ ഒരു 3 കോപ്പി ഞാൻ എടുത്ത് വെക്കുകയാണ്. ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുകയാണ്. പിക്ക് ചെയ്ത പോയിന്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചു. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫുട് പ്രിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൻ്റെത് മാർക്ക് ചെയ്തു. അതിനെടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചു. സെക്കൻഡ് ഫ്ലോറിലും നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലും മാച്ച് ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇതെടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഫുട് പ്രിൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിന് ബാധകമല്ല, കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് ബാധകമല്ല. അപ്പാർട്ട്മെൻറ്റ്, ഫ്ലാറ്റ്, സ്പെഷ്യൽ റെസിഡൻഷ്യൽ, അസംബ്ലി ബിൽഡിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമ്മളിതിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഇതിപ്പം നമുക്കിവിടെ ബാധകമില്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്ഷനിൽ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഗ്രൗണ്ട് ലെവലാണ്. ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഷാൾ ബി മാർക്കഡ് ഇൻ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിലാണ് കാണിക്കാനുള്ള, പോളി ലൈൻ അല്ല. സെക്ഷനിൽ ലൈനായിട്ടാണ് കാണിക്കാനുള്ളത്. ഇതാണ് എൻ്റെ ഗ്രൗണ്ട് ലെവൽ. ഞാനപ്പോൾ ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തു. ബ്ലോക്ക് 1-ലുള്ളതാണ്. മാർക്ക് ചെയ്തു. എൻ്റെ റൂഫ് ലെവൽ ചോദിക്കുന്നുണ്ട്. സ്റ്റെയർ റൂമില്ല, അതുകൊണ്ട് റൂഫ് ലെവൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. ലൈൻ വരച്ചു. റൂഫ് ലെവൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യുന്നു. അതെവിടെ ആവറേജ് റൂഫ് ലെവൽ മാർക്ക് ചെയ്തു. ഹൈറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യണം. നമുക്കിവിടെ ഇല്ല. ബ്ലോക്ക് 1 ഫ്ലോർ ലെവൽ. ഇനി ഓരോ ഫ്ലോറിൻ്റെയും ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും ഹൈറ്റ് അറിയാൻ വേണ്ടി, ബിൽഡിങ്ങിൻ്റെ റൂമിൻ്റെ ഹൈറ്റ് അറിയാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്ലോർ ലെവൽ അതും ലൈനിലാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ എൻ്റെ ഷോപ്പിൻ്റെ ഫ്ലോർ ലെവൽ അറിയാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചു. ഫ്ലോറ്
സീലിങ്ങിൻ്റെ ഹൈറ്റ് അത് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിൻ്റെതും കൂടെ ഫ്ലോർ മാർക്ക് ചെയ്തു. സീലിംഗ് ഹൈറ്റ് മാർക്ക് ചെയ്തു. ഇനി ലെയറിലോട്ട് മാറ്റണം. ഫ്ലോർ ലെവലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ ഞാനിപ്പം മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ലെവല് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്യാം. ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് എൻ്റെ സീലിംഗ് ലെവലാണ്. ഫ്ലോർ 0യുടെ സീലിംഗ് ലെവൽ മാർക്ക് ചെയ്തു. അതുപോലെ ഫ്ലോർ 1ൻ്റെ സീലിംഗ് ലെവൽ മാർക്ക് ചെയ്തു. അപ്പോൾ അടുത്തത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് കളർ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഒക്കുപ്പൻസിക്കും അനുസരിച്ചിട്ട് കളർ മാറണം. ഇൻഡെക്സ് കളർ 2 ആണ് A2-നും B-ക്കും C-ക്കും E-ക്കും F-നും H-നും പറഞ്ഞേക്കുന്നത്. എന്നാൽ ഇതിനകത്ത് AC റൂം ഉള്ളതാണെങ്കിൽ ബിൽഡിംഗ് റൂമിൻ്റെ മിനിമം ഹൈറ്റ് 2.4 മതിയാവും. അപ്പോൾ അതനുസരിച്ച് AC റൂം ഉള്ളതാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് 03-ലോട്ട് മാറും. നമുക്കിപ്പോൾ ഇവിടെ എനിക്ക് F ആണ്, 02-ലോട്ട് മാറിയാൽ മതി. ഞാനപ്പോൾ അതെല്ലാം പിക്ക് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ പിക്ക് ചെയ്യുന്നു. കളർ ചേഞ്ച് ചെയ്യുന്നു. മോർ കളർ പറയുന്നു. 2-ലോട്ട് മാറ്റിയിരിക്കുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ലെയർ മാട്രിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലിനെ ഒന്ന് പർജ് ചെയ്യാം. അനാവശ്യമായിട്ടുള്ളതെല്ലാം ഒഴിവാക്കാം. ഇനി DXF-ലോട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ DXF-ലോട്ട് സേവ് ചെയ്തിട്ട് അടുത്ത സെക്ഷനായിട്ട് ചെയ്യാം. സേവ് ചെയ്തിട്ട് DXF ഫയലിലോട്ട് തന്നെ വർക്ക് ചെയ്യാം. ഞാനത് എൻ്റെ രീതിയിൽ ആദ്യമേ ഡ്രോയിങ്ങിലാണ് ചെയ്തു പോകുന്നത്. നിങ്ങൾക്കത് DXF-ൽ വേണമെങ്കിലും ചെയ്യാം. സേവാസ് പറയുന്നു. DXF ആയിട്ട് സേവ് ചെയ്യുന്നു. നമുക്കിനി സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ കെസ്മാർട്ട് ഓപ്പൺ ആക്കുക. കെസ്മാർട്ടിൽ സർവീസിൽ വരിക. സർവീസിൽ സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻ എടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. നമ്മൾ ഏത് പഞ്ചായത്തിലേക്കാണ്, ഏത് മുനിസിപ്പാലിറ്റിയിലേക്കാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രോയിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏഗ്രി പറയുക. പ്രൊജക്റ്റഡ് ആണ്, എററുണ്ട്. നമുക്ക് നോക്കാം. സ്ലോപ്പ് ഓഫ് ബ്ലോക്ക് 1 ഫ്ലോർ ലെവൽ 1 ആൻഡ് ബ്ലോക്ക് 1 ഫ്ലോർ ലെവൽ സീലിംഗ്. അതിലും സീലിംഗ് ലെവൽ മാർക്ക് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, നോക്കാം. എക്സിറ്റ് സ്റ്റെയർവേ വിഡ്ത്ത് കാണിച്ചിട്ടില്ല. ദ ഹൈറ്റ് ഓഫ് ദി റൂം ഈസ് നോട്ട് ഡിഫൈൻ. ദ ബ്ലോക്ക് 1 ഫ്ലോർ 2 കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. എക്സിറ്റ് വിഡ്ത്ത് കാണിച്ചിട്ടില്ല സെക്കൻഡ് ഫ്ലോറിൽ. മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് സെക്കൻഡ് ഫ്ലോറിൽ കാണിച്ചിട്ടില്ല. യൂറിനലിൻ്റെ ഏരിയ ഓക്കെ, 1 നോട്ട് ഹാവ് 0.42 നമുക്ക് ഇതിനകത്ത് നമ്മുടെ റൂളിൽ പറഞ്ഞേക്കുന്ന റിക്കേർഡ് ഇത് പറയുന്നുണ്ട് കേട്ടോ. യൂറിനലിൻ്റെ എത്രയാണ് ലെങ്ത് വേണ്ട, 0.6. മിനിമം ഏരിയ വേണം 0.42 m² വേണമെന്ന് പറയുന്നുണ്ട്. യൂറിനൽ കൗണ്ട് 3 ആണ് വേണ്ടത്, പക്ഷെ 2 ഉള്ളെന്നാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നത് ഓക്കെ, നമ്മൾ 3 കാണിച്ചിട്ടുണ്ട്. നോക്കാം.
വേറെ എററൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നോക്കാം. എക്സിറ്റ് സ്റ്റെയർവേ വിഡ്ത്ത് നോക്കാം. എക്സിറ്റ് വിഡ്ത്ത് സെക്കൻഡ് ഫ്ലോറിൽ കാണിച്ചിട്ടില്ല. അപ്പം ആ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു. സ്റ്റെയറിൻ്റെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്യുന്നു. പിന്നെ ഉള്ളത് എന്തായിരുന്നു? മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസും കൂടെ പോളിലൈനായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഫ്ലോർ പ്ലാനിൽ എക്സിറ്റ് വിഡ്ത്ത് ഡോറ് എക്സിറ്റ് വിഡ്ത്ത് സെക്കൻഡ് ഫ്ലോറ് ബ്ലോക്ക് 1 സെലക്ട് ചെയ്യുന്നു. കൊടുത്തു. അടുത്തത് സ്റ്റെയർ വിഡ്ത്ത് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. അതിവിടെ ഓക്കെ. മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ഫ്ലോർ 2ൽ ബ്ലോക്ക് 1 ആയിട്ടാണ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ടോയ്ലറ്റ് യൂറിനലിൻ്റെ ഏരിയയാണ് ചോദിക്കുന്നത്. 0.42 വരുന്നില്ലെന്നാണ് പറയുന്നത്. യെസ്, ഇതിൻ്റെ തന്നെയാണ് പ്രശ്നം. 0.38 ഉള്ളൂ. യൂറിനലാണ്. ഏത് യൂറിനലാണ്? 0.4180. അത് 42 ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു നിമിഷം ഒന്നുകൂടെ നോക്കാം, എറണ നോക്കാം. Not have 0.42. ഒരെണ്ണേ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. 0.68 ഉണ്ട്, 0.62 ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്നും കൂടെ വലുതാക്കി വെക്കാം ഏരിയ. .43 ഏരിയ കിട്ടുന്ന രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഏരിയ ഉണ്ട്. മൂന്നിനും ഏരിയ ഉണ്ട്. പക്ഷേ മെയിൽ യൂറിനൽ 3, മെയിൽ യൂറിനൽ 2. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തുണ്ട്. ഇതാണ് മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറിനൽ 3 വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ 3 യൂറിനൽ കാണിച്ചിട്ടുണ്ട്. 1, 2, 3 യൂറിനൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഡിസേബിൾഡ് മൊത്തത്തിൽ കളർ ചേഞ്ച് ചെയ്തിരുന്നു. ഇനി അതുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ അതുകൊണ്ട് ഇതിനെ തന്നെ വീണ്ടും അത് യൂറിനലായിട്ട് തന്നെ കാണിക്കുകയാണ്. മീൻസ് ഒരേ കളറിൽ തന്നെ, റെഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. റീഡിയോ നോക്കാം. പിന്നെ ഉള്ളത് ഹൈറ്റ് ഓഫ് റൂം ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. അത് ഒന്നേന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഫ്ലോർ ഹൈറ്റ് മീറ്റർ 3.45, ഫ്ലോർ ഹൈറ്റ് മീറ്റർ 3.4. ഞാൻ ഇതെല്ലാം ഒന്നേന്ന് വരച്ചു കൊടുക്കുകയാണ്. ലൈൻ
ഫ്ലോർ ലെവല്, സീലിംഗ് ലെവല്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവല്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവല്. ഫ്ലോർ 0 ഫ്ലോർ ലെവലാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഫ്ലോർ 0-യിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വരച്ചു കൊടുത്തു. ഫ്ലോർ ലെവല് ഫസ്റ്റ് ഫ്ലോറിൻ്റെത് വരയ്ക്കണം. ഫ്ലോർ ലെവൽ 2 മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് സീലിംഗ് ലെവലാണ്. ഫ്ലോർ 0-യിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ സീലിംഗ് ലെവൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ഫ്ലോറിൽ സീലിംഗ് ലെവൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒക്കുപ്പൻസി ചേഞ്ച് കൊടുക്കണം. 2 ആണ്, ഇൻഡെക്സ് കളർ 2 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനെയും ഞാൻ ഒന്നും കൂടെ പിക്ക് ചെയ്തിട്ട് 2-ലോട്ട് മാറ്റുകയാണ്. എറർ വരുമോ എന്ന് നോക്കാം. പർച്ച് ചെയ്യുന്നു. ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യാം. വീണ്ടും എററാണ്. Height of the room is not defined the block on floor 2. യൂണിഫോം മിനിമം ഏരിയ 4.42 ഇല്ലെന്ന് വീണ്ടും എറർ കാണിക്കുന്നുണ്ട്. തിരുത്തിയതായിരുന്നല്ലോ. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഫ്ലോർ ഹൈറ്റ്, റൂം ഹൈറ്റ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഉണ്ട്. Proposed area and occupancy. സെക്കൻഡ്, എനിക്ക് തോന്നുന്നത് ഇതാണ്. സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് റീഡ് ചെയ്തേക്കുന്നത്. നമുക്കിത് ടെറസ് ഫ്ലോർ ആയിട്ടാണ് റീഡ് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഇത് സ്റ്റെയറിൻ്റെത് ഔട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത് ടവർ റൂമായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ ലെയർ മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇത് ശ്രദ്ധിച്ചാൽ മതി. ബ്ലോക്ക് 1 ഫ്ലോർ 1 സ്റ്റെയറിലാണ് കിടക്കുന്നത്. ഫ്ലോർ 2 സ്റ്റെയറിലാണ് വരെയുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെയറിൽ കിടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അതൊന്ന് മാറ്റി നോക്കാം.
ജനറൽ സ്റ്റെയറിൽ ഫ്ലോർ 2 ആണ് മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഫ്ലോർ 2. അപ്പം ഇനി റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നിമിഷം ഒന്നും കൂടി നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. റിജക്റ്റഡ്. ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്. കാരണം ഇത് ടെറസായിട്ട് റീഡ് ചെയ്തു. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് നേരത്തെ സെക്കൻഡ് എന്നാണ് കാണിച്ചത്, ഇതിപ്പോൾ ടെറസായിട്ട് തന്നെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ വേണ്ട, അതിൻ്റെ ഹൈറ്റ് കാണിക്കേണ്ട. പക്ഷേ സ്ലോപ്പ് ഓഫ് ബ്ലോക്ക് 1 റൂഫ് ലെവൽ ആൻഡ് ബ്ലോക്ക് 1 ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഷുഡ് ബി 0 എന്നാണ് പറയുന്നത്. ഞാൻ അത് ഒന്നേന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സീലി ലെവലൊക്കെ കൊടുത്തേക്കുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 0-യിലല്ല എന്നാണ് പറയുന്നത്. പോയിന്റ് മാർക്ക് ചെയ്തതിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിത് സെക്ഷനിലുള്ള എല്ലാം ഒന്നേന്ന് ചെയ്യാണ്. ഒന്ന് പർജ് ചെയ്യാം. സെക്ഷനിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ആവറേജ് ഗ്രൗണ്ട് ലെവൽ ബ്ലോക്ക് 1-ൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ലൈനായിട്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഒന്നേന്ന് മാർക്ക് ചെയ്യുന്നു. ഗ്രൗണ്ട് ലെവൽ ലൈനായിട്ട് ഈ പോയിന്റ് ഒന്ന് എടുത്ത് മാർക്ക് ചെയ്തു. റൂഫ് ലെവലും ചോദിക്കുന്നുണ്ട്, ഞാൻ ലൈനായിട്ട് എടുക്കുകയാണ്. പിക്ക് ചെയ്ത ഏതെങ്കിലും പോയിന്റ് അങ്ങോട്ടും അങ്ങോട്ടും മാറി നിന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഗ്രൗണ്ട് ലെവൽ സെലക്ട് ചെയ്തു, മാർക്ക് ചെയ്തു. റൂഫ് ലെവൽ സെലക്ട് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി സീലിംഗ് ഫ്ലോർ ലെവലും സീലിംഗ് ലെവലുമാണ് മാർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. നേരത്തെ ഞാൻ അകത്താണ് മാർക്ക് ചെയ്തിരുന്നത്, ഇനി അതുകൊണ്ടാണോ എന്ന് അറിയിച്ചില്ല. എന്താ പുറത്തോട്ട് മാർക്ക് ചെയ്തു, സൂം ചെയ്തെടുത്തു. സീലിംഗ്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിംഗ് മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഗ്രൗണ്ട് ലെവലും മാർക്ക് ചെയ്തു. ഒന്നുകൂടെ നോക്കാം. ലെയറിൽ ചെല്ലുക. ഫ്ലോർ ലെവൽ ചോദിക്കുന്നുണ്ട്. ഫ്ലോർ 0-യുടെ ഫ്ലോർ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം ഫ്ലോർ 0 മാർക്ക് ചെയ്തു. ഫ്ലോർ 1-ൻ്റെ ഫ്ലോർ ലെവൽ എടുക്കുന്നു. ഫ്ലോർ ലെവൽ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ സീലിംഗ് ലെവലാണ്. തൊട്ട് താഴെയുള്ളത് സീലിംഗ് ആണ്. സീലിംഗിൻ്റെ ഫ്ലോർ 0 ബ്ലോക്ക് 1 മാർക്ക് ചെയ്തു. നമുക്ക് എത്ര റൂമുണ്ട്, ഹൈറ്റ് കുറഞ്ഞ റൂമുണ്ടെങ്കിൽ അതൊക്കെ മാർക്ക് ചെയ്യണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. നമുക്കെല്ലാം ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല. ഫ്ലോർ 1 എടുക്കുന്നു, സീലിംഗ് മാർക്ക് ചെയ്തു. ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഒക്കുപ്പൻസിയിലോട്ട് മാറ്റുന്നു. 2 ആണ്. സേവ് ചെയ്തു. പർജ് പറയുന്നു, ഒന്നുമില്ല. സേവ് ചെയ്തു. ഒന്നും കൂടെ നമുക്ക് നോക്കാം.
അക്സെപ്റ്റഡ് ആണ്. അതായിരുന്നു എറർ. ഞാൻ പിക്ക് ചെയ്ത ഏതോ പോയിന്റ് വ്യത്യാസം വന്നിട്ടുണ്ടാവും, നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. സ്ക്രൂട്ടിനി റിപ്പോർട്ട് നോക്കാം. സ്ക്രൂട്ടിനി റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മളിതെല്ലാം പരിശോധിക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ ടൈപ്പ് സെൽഫ് ആണെങ്കിൽ ഇതിനകത്ത് സെൽഫ് എന്ന് കാണിക്കും, ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് കാണിക്കും. അപ്പം നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിനെ നോക്കാം. ലോക്കൽ ബോഡിയൊക്കെ നമ്മൾ കൊടുത്തേക്കുന്ന കറക്റ്റാണോ നോക്കുക. കാറ്റഗറി 2 പഞ്ചായത്താണ്. സർവേ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന സർവേ നമ്പറൊക്കെ പക്കാണ്. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മൾ നോക്കണം. പ്ലോട്ട് ഏരിയ നമ്മൾ കൊടുത്തേക്കുന്നത് കറക്റ്റാണോ നോക്കണം. പിന്നെ പ്രൊപ്പോസ്ഡ് ഏരിയ വരും. പ്രൊപ്പോസ്ഡ് ഏരിയ നമ്മുടെ ഡ്രോയിങ്ങിൽ ഉണ്ടാവുമല്ലോ. നമ്മൾ പ്രൊപ്പോസ്ഡ് ഏരിയ 411.64 നമ്മുടെ ഡ്രോയിങ്ങിലും നമ്മൾ അത് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മൾ നോക്കണം. 64 ആണ്. അതുപോലെ ഫ്ലോർ ഏരിയ 390.95 അത് തന്നെയാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. ഫ്ലോർ ഏരിയ 373.71 എനിക്ക് കിട്ടിയിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ഫ്ലോർ ഏരിയ എടുത്തതിൽ ഏതൊക്കെ പാസേജ് 2 പാസേജ് കുറച്ചിട്ടുണ്ട്, ഇതിൽ 2 പാസേജ് വന്നിട്ടില്ലയോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഡ്രോയിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. ഫ്ലോർ ഏരിയ 390.95 വന്നിട്ടുള്ളൂ. അപ്പോൾ ഏതോ ഒരു ഏരിയ ഇതിൽ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് എന്നതിന് അർത്ഥമാണ്. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. 2 പാസേജ് ഞാൻ ഈ ഡ്രോയിങ്ങിൽ അതിലൊന്നിൽ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ 2% ബിൽറ്റപ്പ് ഏരിയ ഉണ്ടായിരുന്നല്ലോ. രണ്ടും കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിനി അത് ക്രോസ് ചെക്ക് ചെയ്ത് പോകുന്നില്ല. പാസേജ് 2 പാസേജും ഞാൻ കാണിച്ചിട്ടുണ്ട്, റീഡ് ചെയ്യുന്നില്ല. അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മുടേതാണ്, നമ്മൾ നോക്കണം. ഫയൽ സബ്മിറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഞാനിനി ഒന്നേന്നത് കണ്ടെത്തി ഏതാണെന്ന് കണ്ടെത്തിയാലേ പറ്റുള്ളൂ. ഹൈറ്റ് ഓഫ് ബിൽഡിങ് നേരത്തെ ഉണ്ടായ മിസ്റ്റേക്ക് ടെറസ് ഫ്ലോർ ആയിട്ടാണ് റീഡ് ചെയ്യാനുള്ളത്. ഞാനത് സെക്കൻഡ് ഫ്ലോർ ആയിട്ട് കാണിച്ചുകൊണ്ടാണ് അത് എറർ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഫ്ലോർ ഏരിയ ഇവിടെ കാണിക്കുന്നുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട് 197.21 ഉണ്ട്, ഇതുണ്ട്. ഇതിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കണം. നമ്മൾ ഡ്രോയിങ്ങിലാണ് മിസ്റ്റേക്ക്, നമ്മുടെ കാൽക്കുലേഷൻ ഞാൻ എടുത്തതിലുള്ള മിസ്റ്റേക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് നമ്മൾ തിരുത്തണം. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രോയിങ് നമ്മൾ തിരുത്തിയിരിക്കണം, എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ അതൊക്കെ ജനറൽ പെർമിറ്റിൽ പോകുന്നതാണ്. അല്ലെങ്കിൽ സെൽഫിൽ വെച്ച് പോകുമ്പോൾ നമുക്കാണ് റിസ്ക് കൂടുതൽ. ജനറൽ പെർമിറ്റിൽ പോകുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ട് റിട്ടേൺ ചെയ്യും. നമ്മൾ റാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നമ്മളൊന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഫയൽ സബ്മിറ്റ് ചെയ്യാവുള്ളൂ. ഇങ്ങനെയാണ് ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് വേണ്ടി ലെയർ മാട്രിക്സ് ചെയ്യേണ്ട രീതി. സബ്മിഷൻ രീതി നമ്മൾ മറ്റത് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ജനറൽ പെർമിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇത് തന്നെ ഒരു വലിയ വീഡിയോ ആണ്, വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇത്രയാണ് നമ്മൾ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കറക്റ്റ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ഞങ്ങളിതിപ്പം വേറൊരു കമ്പനിക്ക് വേണ്ടി ചെയ്ത ഡ്രോയിങ്ങിനെയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ആർക്കെങ്കിലും ലെയർ മാട്രിക്സ് ചെയ്യാൻ മടിയുണ്ട്, ലെയർ മാട്രിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ചെയ്തു തരുന്നതാണ്. ലെയർ മാട്രിക്സ് ഒരു ചെറിയ ചാർജ് ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ലെയർ മാട്രിക്സ് പ്ലാൻ റെഡിയാക്കി തരിക, ലെയർ മാട്രിക്സ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. താങ്ക് യു.